മുഖ്യമന്ത്രി മോഹം പലകുറി പങ്കുവച്ചിട്ടുള്ള നേതാവാണ് ശശി തരൂർ. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകൂ എന്നെല്ലാം മുൻപ് പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ. തരൂർ ഈ മോഹം അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ അത് തല്ലിക്കെടുത്തുന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്വീകരിച്ചു പോകുന്ന രീതി. ഇപ്പോൾ ഒരു സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം പങ്കുവച്ചാണ് തന്റെ മുഖ്യമന്ത്രി മോഹം തരൂർ ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുത്തത്. 28.3% ആളുകൾ മുഖ്യമന്ത്രിയായി ശശി തരൂരിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ സർവേ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വി.ഡി. സതീശനേക്കാൾ ഇരട്ടി ആളുകളുടെ പിന്തുണ തനിക്കുണ്ടെന്നും തരൂർ പങ്കിട്ട സർവേ ഫലം അവകാശപ്പെടുന്നു. ആദ്യം കൊണ്ടുവരാം RDX റാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം എക്സിൽ ശശി തരൂർ പങ്കുവച്ചു. വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണ് സർവേ സംഘടിപ്പിച്ചിട്ടുള്ളത്. സർവേയിൽ പങ്കെടുത്ത 28.3% പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പിന്തുണച്ചു എന്നാണ് അവരുടെ അവകാശവാദം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വോട്ട് വൈബ് സർവേയിൽ 15.4% ആളുകളുടെ പിന്തുണയേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് 8.2%, കെ.സി. വേണുഗോപാലിന് 4.2% എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ കണക്കെന്ന് സർവേ ഏജൻസി പറയുന്നു. മോദി സ്തുതിക്ക് പിന്നാലെ കോൺഗ്രസിൽ തീർത്തുമൊറ്റപ്പെട്ട തരൂർ പെട്ടെന്ന് കിട്ടിയ സർവേ കണക്ക് പിടിവള്ളിയാക്കി. ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. എന്ത് പ്രകോപനമുണ്ടായാലും പ്രതികരിക്കരുത് എന്നാണ് തരൂരിനോടുള്ള നയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന പരാതി വിദേശ ദൗത്യം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെ തരൂർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള സർവേ ഫലവുമായി തരൂർ ഒരിക്കൽ കൂടി നേതൃത്വത്തോട് കൊത്തിനോക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ തനിക്ക് എന്നാണ് വ്യംഗ്യത്തിൽ തരൂർ പറയുന്നത്. ട്വിറ്ററിൽ പങ്കുവച്ച സർവേ ഫലത്തിന്മേൽ നേതൃനിരയിൽ ആരും കാര്യമായി കൊത്തിയില്ല. എന്നാൽ ഇത് തരൂർ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളായി സംസ്ഥാന കോൺഗ്രസിന് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നിന്ന് തന്നെ ആളുകൾ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് ഒപ്പം നിൽക്കുന്നില്ല തരൂർ. സംസ്ഥാനത്തും കേന്ദ്രത്തിലും കോൺഗ്രസിനെ അടുത്തിടെ പലവട്ടം പ്രതിസന്ധിയിലാക്കി ഹൈക്കമാൻഡ് താക്കീത് അവഗണിച്ചും മോദി സ്തുതി ആവർത്തിക്കുകയായിരുന്നു തരൂർ ചെയ്തത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ച വിജയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മോദിയെ പുകഴ്ത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ മോദി സർക്കാരിൻ്റെ നീക്കങ്ങളെയും വാനോളം വാഴ്ത്തി. 2022 പാർലമെന്റിൽ മോദിക്കെതിരെ സംസാരിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ഏറ്റുപറച്ചിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കോൺഗ്രസ് നൽകിയ പട്ടിക വെട്ടി തരൂരിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു കേന്ദ്രം. കോൺഗ്രസ് എതിർപ്പിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലവനായും അദ്ദേഹം മാറുന്നത് നമ്മൾ പിന്നീട് കണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എതിർത്തിട്ടും മോദി സ്തുതി അദ്ദേഹം നിർത്തിയില്ല. എതിർപ്പാളയത്തിലെത്തിയാൽ തിരിച്ചടി എന്ന് വിലയിരുത്തി നേതൃത്വം ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചില്ല. തുടർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെ തരൂരിനെ അവഗണിക്കുമെന്ന സൂചന കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെ നൽകി. ചില ആളുകൾക്ക് മോദിയാണ് മുഖ്യം, കോൺഗ്രസിന് മുഖ്യം രാജ്യമാണ് എന്ന് ഖാർഗെ പറഞ്ഞു. ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് മികച്ചതാണെന്നും പത്രത്തിൽ എഴുതുന്നത് പഠിക്കാൻ സമയം വേണമെന്നുമാണ് ഖാർഗെ പറഞ്ഞത്. കോൺഗ്രസിലായിരിക്കുന്നതും കോൺഗ്രസ് ആയിരിക്കുന്നതും രണ്ടാണ് എന്ന് ജയറാം രമേശും പറഞ്ഞു. ഇനി എന്താണ് തരൂരിൻ്റെ അതൃപ്തിക്ക് പിന്നിലെന്ന് നോക്കാം. ലോക്സഭയിൽ പാർട്ടി തൻ്റെ അനുഭവ സമ്പത്തിനൊത്ത പരിഗണനയും സ്ഥാനവും തരുന്നില്ല. പ്രവർത്തക സമിതി അംഗം എന്ന പദവി മാത്രമേ ഉള്ളൂ. സംഘടനാ കാര്യങ്ങളിൽ അടുപ്പിക്കുന്നില്ല. താൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ നീക്കി. കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗമായിട്ടും സംഘടനാ കാര്യങ്ങളിൽ KPCC അഭിപ്രായം ചോദിക്കുന്നില്ല. ഇനി KPCCയോടും കൊരുത്തു തരൂർ ഒരു ഘട്ടത്തിൽ. കേരളത്തിലെ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി പിണറായി സർക്കാരിനെ തരൂർ പുകഴ്ത്തി. നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ കേരളം മുന്നിലെത്തിയതിനെ പ്രശംസിച്ചു. UDF വാദം തള്ളി. കേരളയിൽ സംസ്ഥാനത്തിന് വേണ്ടതാണ് എന്ന നിലപാടെടുത്തു. സുസ്ഥിര വളർച്ചയിലും സംരംഭക മുന്നേറ്റത്തിലും കേരളം മാതൃകയാണ് എന്നുകൂടി തരൂർ പറഞ്ഞു വെച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സർവേയിൽ കേരളത്തിൻ്റെ 1ാം സ്ഥാനം വലിയ നേട്ടമാണ് എന്ന് തരൂരും പറഞ്ഞു. അഭിപ്രായം തിരുത്താൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പറഞ്ഞത് ഉത്തമമായ ബോധ്യം തന്നെയാണ്, അതുകൊണ്ട് തിരുത്തില്ല എന്നായിരുന്നു ശശി തരൂർ ആവർത്തിച്ചത്. സ്വന്തം സംസ്ഥാനത്തെ പറ്റി ചിന്തയുള്ള ദേശീയ നേതാവാണ് തരൂർ എന്നായിരുന്നു അതിന് പിണറായിയുടെ പ്രശംസ. നിലമ്പൂരിനെ ചൊല്ലി ഒടുവിൽ വിവാദമുണ്ടായി. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തരൂർ എത്തിയില്ല. പാർട്ടി ക്ഷണിച്ചില്ല എന്നാണ് തരൂർ പറഞ്ഞത്. തരൂരിൻ്റെ പേരുള്ള VIP പ്രചാരക ലിസ്റ്റ് പുറത്തുവിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചത്. ക്ഷണിച്ചിട്ട് വരേണ്ട ചടങ്ങല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നുകൂടി KPCC നേതൃത്വം പറഞ്ഞു വെച്ചു. തനിക്കായി പരിപാടികളൊന്നും നിശ്ചയിച്ച് നൽകിയിരുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് തരൂർ ഇതിനെക്കുറിച്ച് ആവർത്തിച്ചത്. സനീഷ്, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് തരൂർ ഒരു വലിയ വിഷയമായി തന്നെ ഉണ്ടാവും എന്ന്, ഒന്നുകിൽ അതിനു മുമ്പ് ഒരു വലിയ വിഷയമായി അവസാനിക്കും, അതല്ലെങ്കിൽ ആ ഘട്ടത്തിലും വലിയ ചർച്ചയായി ഉണ്ടാകുമെന്നുള്ള തോന്നലല്ലേ ഉണ്ടാകുന്നത്? നിശ്ചയമായിട്ടും വലിയ ചെറിയ വിഷയമായിട്ട് അവസാനിച്ചു പോകാനാണ് ഇലക്ഷന് മുമ്പ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് അദ്ദേഹത്തിന് പണ്ട് മുതലേ ഉള്ളൊരു തോന്നലാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്നൊരു തോന്നൽ, മറ്റ് നേതാക്കളെക്കാളൊക്കെ കേമനാണ് ഞാൻ എന്ന്. അദ്ദേഹം ഒരുപാട് കാലത്തെ പണിക്ക് ശേഷം വന്നിട്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ചേർന്നപ്പോൾ അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയൊരു വിവാദം ഹർഷന് ഓർമ്മയുണ്ടോ? അതായത്
ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് കൈവെക്കണം എന്നോ മറ്റോ അവരുടെ വിവാദം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ദേശീയ ഗാനം എത്രയോ കാലമായിട്ട് കോൺഗ്രസ്സുകാരും നാട്ടിലെ ആൾക്കാരൊക്കെ ചൊല്ലുകയാണ്, അവരെല്ലാം അതിനൊരു രീതി ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഞാൻ വന്നപ്പോൾ അതിങ്ങനെ പിടിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, അവിടുത്തെ രീതി വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തോ മറ്റവരെക്കാൾ കൂടിയ കേവനായുള്ള ഒരാളാണ്, എൻ്റെ വഴിക്ക് വരട്ടെ എന്ന ലൈനും കൊണ്ട് നടന്നിട്ടാണ് അവസാനം അദ്ദേഹം ഈ ഗതിയിലായത്. അതായത് ഏതോ ഒരു സർവേ റിപ്പോർട്ട് എടുത്തിട്ട് ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നലോകത്ത് ബാലഭാസ്കർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് നടക്കുകയാണ്. തോറ്റ MLA എന്നതുപോലെ ഒരിക്കലും ഉണ്ടാകാത്തൊരു മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള സ്വന്തം ഈ ട്രോളുകളൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് അദ്ദേഹം അവസാനിച്ച് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏറ്റവും നിർണായകമായ സമയത്ത് അപ്പുറത്ത് മാറി എന്നിട്ട് ഇവരെ കുറ്റം പറഞ്ഞ ആളാണ്. ഏറ്റവും നിർണായകമായ സമയമാണ് രാജ്യത്ത് രാജ്യസ്നേഹം എന്നൊക്കെ ചർച്ചയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഞാൻ രാജ്യസ്നേഹിയാണ്, ഇതാ പ്രധാനമന്ത്രി അനുകൂലിക്കുന്നു, നിങ്ങളെല്ലാം കുഴപ്പക്കാരാണെന്ന് കോൺഗ്രസ്സുകാരോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് നേതാക്കളോട് പറഞ്ഞ ആളാണ് ഈ ശശി തരൂർ. ഒരു തരത്തിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന നിലക്കല്ല, അദ്ദേഹത്തെ സത്യത്തിൽ കോൺഗ്രസ് അവരുടെ പാർട്ടിക്കകത്ത് പുറത്താക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അല്ല, പക്ഷേ എനിക്കതിനകത്തൊരു യോജിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് കോൺഗ്രസ് ഇഷ്ടമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ അവരവരുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തുറന്നു പറയുന്നുണ്ട്. ഈ സർവേയിൽ തന്നെ ശൈലജ ടീച്ചറിനെയാണ് CPIM-ൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ CPM-നെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള സർവേ ഫലമുണ്ട്. അതുപോലെ 2ാം സ്ഥാനത്താണ് അവിടെ പിണറായി വിജയൻ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പുകിലില്ല, ഒരു രസമില്ല, നമുക്കിങ്ങനെ ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർ തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതെന്താണ്, അവിടെ വേറൊരു തരത്തിലാണ് അതിൻ്റെ സംഘടനാ രീതി. അവിടെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ആഗ്രഹമില്ലാത്തവരോടെ ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ ആഗ്രഹം പ്രകടിപ്പിക്കാൻ അവിടെ നിവൃത്തിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സംവിധാനമെങ്കിൽ ഇവിടെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ തരൂർ എന്താണ്, തരൂർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തുറന്ന് പ്രകടിപ്പിച്ചു എല്ലായിടത്തും. ഇപ്പോൾ നമ്മൾ കർണാടകത്തിലേക്ക് നോക്കിയാൽ സിദ്ധരാമയ്യ അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കാറുള്ളത്. അതുപോലെ വിവിധ നേതാക്കന്മാരെടുത്ത് നോക്കിയാൽ പ്രമുഖരായ നേതാക്കന്മാർ അവരുടെ ആഗ്രഹം പറയുന്നുണ്ട്. ഇവിടെ തരൂർ പറയുമ്പോൾ കോൺഗ്രസിന് അതൊരു കുഴപ്പമാകുന്നു എന്നുള്ളത് തരൂർ നേതൃത്വത്തിന് അനഭിമതനാണ് എന്നതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നോക്ക്, തരൂർ 28%, VD സതീശൻ 15%, രമേശ് ചെന്നിത്തല 8%, KC വേണുഗോപാൽ 4%, AK ആന്റണിക്ക് ഇപ്പോഴും ഉണ്ട് 4%. അത് കാര്യമുണ്ട്. അതായത് ഞാൻ പറയട്ടെ, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാലൊക്കെ കേരളത്തിൽ രാഷ്ട്രീയം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശശി തരൂർ വന്നിട്ട് പുറത്തു പോയിട്ട് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഹർഷം പറഞ്ഞ പോയിന്റിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും മുമ്പ് വരെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു ആരാണോ അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങി. രാജ്യദ്രോഹികളാണ് നിങ്ങൾ, ഞാനാണ് രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. നടക്കില്ലത്. പക്ഷേ ഒരു വിഭാഗീയത കോൺഗ്രസ് എല്ലായ്പ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള വിഭാഗീയത അതിന് ഊർജ്ജം കൂട്ടുകയുള്ളൂ. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നെങ്കിൽ അതും ഒരു ഹരമുണ്ടാക്കും. സനീഷ് വിചാരിക്കുന്നുണ്ടോ ഈ ശശി തരൂരിൻ്റെ 28% മാത്രം ആണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുക എന്ന്? അതിന് താഴോട്ട് കിടക്കുന്ന VD സതീശൻ്റെ 15%, രമേശ് ചെന്നിത്തലയുടെ 8%, KC വേണുഗോപാലിന്റെ 4% ഉടുമ്പിരി കൊണ്ട ചർച്ചയായി. ശശി തരൂരിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടാളികൾ ഉണ്ടായിക്കൊടുത്ത സർവേ ആണെന്ന് പോലും അത് നമുക്ക് പറയാനാവില്ല. എന്തായാലും മോദി ഭക്തിയിലും പിണറായി സ്തുതിയിലും എല്ലാം വിവാദത്തിലായി കോൺഗ്രസിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയും നിലച്ചമട്ടാണ്. തരൂർ എന്ത് പറഞ്ഞാലും ആരും ഒന്നും മിണ്ടണ്ടെന്നാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന നേതൃത്വമാകട്ടെ പ്രത്യേക നിർദ്ദേശമൊന്നും ഇല്ലാതെ തന്നെ പാടെ അവഗണിക്കുന്നു എന്നതാണ് അവസ്ഥ. അപ്പോഴാണ് പൊട്ടി വീണതുപോലെ ഒരു സർവേ തരപ്പെട്ട് കിട്ടുന്നത്. മുഖ്യമന്ത്രിയാകാൻ ഞാൻ യോഗ്യനാണ് എന്ന് തരൂർ സ്വയം ടെസ്റ്റിമോണിയൽ എഴുതുമ്പോൾ ആരെല്ലാം കൂടെ കൂടും എന്നറിയാൻ പ്രേക്ഷകരെ പോലെ RDX-നും രാഷ്ട്രീയ കൗതുകമുണ്ട്. കാത്തിരിക്കുകയാണ്. അടുത്ത വിഷയത്തിലേക്ക്.